നമസ്കാരം. ബിഗ് ബോസ് സീസൺ 9 തമിഴ്. ഓക്കെ, നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. സ്കൂൾ ടാസ്ക് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഒരാൾക്കും ഗെയിമിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിയാന, പാറു, FJ ഇവർ 3 പേരും കൂടി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്? വിയാന പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയേക്കാളും പരമായിട്ടാണ് അതിനുള്ളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല ബുദ്ധിയുണ്ട്, എന്നാൽ ബുദ്ധിയില്ലാത്ത പോലെ ആയാൽ എന്തു ചെയ്യും? എന്നാൽ ടാസ്ക് എന്താണെന്ന് അവൾക്ക് അറിയാഞ്ഞിട്ടല്ല, നല്ല നിശ്ചയമുണ്ട്. ഇത് വേണമെന്ന് വെച്ച് അഭിനയിക്കുന്നതാണ്. എന്നാൽ പാറുവിൻ്റെ കാര്യം അത് വേറെ. ഒരു ടാസ്കിനെ തിരിച്ചും മറിച്ചും ഏത് റൂട്ടിലേക്കും കൊണ്ടുപോകും. അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകുന്ന രൂപത്തിൽ കൊണ്ടുപോകാനും അവൾക്ക് സാധിക്കും. ഇനി FJ, അത് ഒരു അസിസ്റ്റൻറ്റ് വാർഡനാണെന്നുള്ള ഒരു ബോധവും FJക്കില്ല. ക്യാരക്ടറിൽ നിന്നും മാറി FJ ആയി തന്നെ നിൽക്കുകയാണ്. അല്ലാണ്ട് ഈ അസിസ്റ്റൻറ്റ് വാർഡൻ്റെ സ്ഥാനത്തേക്ക് എത്തുന്നേ ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. രാവിലെ തന്നെ വിയാന ബോർഡിൽ അമിത് എന്ന മാഷിനെയും വാർഡനായ പാറുവിനെയും കുറിച്ച് എഴുതി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അസിസ്റ്റൻറ്റ് വാർഡനെയാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഗാന വിനോദ്. ഒരു കുട്ടി ബോർഡിൽ കണ്ണിക്കണ്ടത് എഴുതി വയ്ക്കുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും അല്ലാതെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ അസിസ്റ്റൻറ്റ് വാർഡൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ഹൗസിനുള്ളിൽ അമിത്തിനെയും പാറുവിനെയും രണ്ടുപേരുടെയും പേര് ഒരു ലവ് ചിഹ്നത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗസിലുള്ളവർ വിയാനയോട് ചോദിക്കുന്നുണ്ട്, ഈ ചിത്രം നീയാണോ എഴുതി വെച്ചത്, നീയാണോ വരച്ച് വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിയാന ഞാനല്ല എന്നും പറയുന്നുണ്ട്. പാർവതി ഇതൊന്നും അറിയാതെ അടുക്കളയിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിയാന പോയി പാർവതിയോട് ചോദിക്കുന്നുണ്ട്, ബോർഡിൽ എഴുതി വെച്ചതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന്. പിന്നീട് വിയാന ഗാർഡൻ ഏരിയയിൽ പോയി വിക്രമിനോട് കയർക്കുന്നുണ്ട്, നീ ആരോട് വേണമെങ്കിലും വിളവ് കാണിച്ചോ, പക്ഷേ എന്നോട് കാണിക്കരുത് എന്ന് പറഞ്ഞ് മൂപ്പരുടെ ID കാർഡും പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പോകുന്ന പോക്കിൽ എന്നോട് മാപ്പ് പറഞ്ഞാലേ ഈ ID കാർഡ് നിനക്ക് ഞാൻ തിരിച്ചു തരുള്ളൂ എന്നും പറയുന്നുണ്ട്. വിക്രം വിയാനയെ നോക്കി എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുന്നു. വിയാന ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ലെറ്റർ വലിച്ചു കീറി വിക്രമിൻ്റെ നേർക്ക് എറിഞ്ഞു. വിക്രം ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് തന്ന ടാസ്ക് ലെറ്ററാണോ നീ വലിച്ചു കീറി എറിഞ്ഞത് എന്ന്. പാറു ഇത് കേട്ട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് തന്ന ലെറ്ററാണോ നീ വലിച്ചു കീറിയത് എന്ന്. ബിഗ് ബോസ് തന്ന ലെറ്റർ വലിച്ചു കീറാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് എന്നും ചോദിക്കുന്നു. നീ ആ കീറിക്കളഞ്ഞ ലെറ്ററെല്ലാം എടുത്ത് ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ ഞാനത് ചെയ്യേണ്ടി വരും, ഞാനത് ചെയ്യും എന്ന് വിക്രം പറയുന്നു. ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ലെറ്റർ കീറിക്കളഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം വിയാന വേഗം തന്നെ ആ കീറിക്കളഞ്ഞ പേപ്പറെല്ലാം എടുത്ത് ഒട്ടിച്ച് ക്യാമറയുടെ മുമ്പിൽ വന്ന് സോറി പറഞ്ഞ് ഏത്തോടുന്നുണ്ട്. ഇന്ന് രസകരമായ ഒരു സംഭവം കൂടി ഉണ്ടായി. നമ്മളുടെ പ്രിൻസിപ്പാളിൻ്റെ പാൻറ് കാണാതെ ഇനിയും അത് കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ വാർഡൻ പാർവതിയുടെ സാരി കാണാത്തൊരു പ്രശ്നം. പക്ഷേ പ്രിൻസിപ്പാളിൻ്റെ പാൻറ് കാണാതായതുപോലെയല്ല, പാറു അത് വൻ പ്രശ്നമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രിൻസിപ്പാളിനോട് കംപ്ലൈൻറ്റ് ചെയ്തു. പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് നമുക്ക് തിരയാമെന്ന്. എനിക്കിത് സ്റ്റുഡൻസിനോട് ചോദിക്കാനൊക്കെ കുറച്ച് നാണക്കേടുണ്ട്, എനിക്കതിനൊന്നും കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, ആര് ചെയ്താലും എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞ് പാർവതി ഒരു ഭാഗത്ത് പോയി കരയലായി. പാറുവിൻ്റെ അടുത്തേക്ക് കമറുദ്ദീനും കനിയും എത്തി. അവരോട് പാറു പറഞ്ഞ് കരയുന്നുണ്ട്, ഇത് എന്ത് ഗെയിമാണത്? ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണോ ഒരു ഗെയിം കളിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്.
പ്രിൻസിപ്പാളിനോട് കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു നമുക്ക് തരയാമെന്ന്. ഇത് പ്രിൻസിപ്പാളിൻ്റെ പാൻറ്റ് കാണാതായപ്പോൾ പ്രിൻസിപ്പാൾ ലുങ്കി എടുത്ത് നടക്കുന്നത് പോലെ ഞാൻ സാരി ഇല്ലാതെ പാവാടയും ജാക്കറ്റും എടുത്ത് നടന്നാൽ എങ്ങനെ ഉണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുന്നുണ്ട്. എനിക്കെൻ്റെ സാരി കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ ഒന്നും ചെയ്യില്ല, മിണ്ടാണ്ടിരിക്കും. എന്നാൽ ഇവിടെയാണ് പാറു വിമൻസ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു സാരിക്ക് ഇത്ര വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല. എത്രയോ ഡ്രസ്സുകളുണ്ട്, ആ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കണം, അത്ര തന്നെ, അല്ലാതെ എന്താ. എന്തായാലും പാറു കരയുന്നത് കണ്ടപ്പോൾ വിക്രമിനും ഒക്കെ ഭയങ്കര വിഷമായി. അവർ മാനസാന്തരം വന്നതുപോലെ സാരി എടുത്ത് പാറുവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് വിക്രം അമിത്തിനോട് പറയുന്നുണ്ട്, ഞാനൊരു തമാശയ്ക്ക് ചെയ്തതാണ്, അതായത് ഞങ്ങൾ ഒരു തമാശയ്ക്ക് ചെയ്തതാണ്, അത് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റും, ഇത്ര വലിയൊരു പ്രശ്നമാവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു. ഇനി ആ പ്രശ്നം അവിടെ തീർന്നു. ക്ലാസ് തുടങ്ങാറായി. വിയാന ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുകയാണ്, ക്ലാസ്സിൽ പോവാൻ താല്പര്യമില്ലാത്തതുപോലെ. FJ വിയാനയെ പിടിച്ച് വലിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. ഡ്രസ്സ് നേരെ ഇട്ടിട്ടില്ല, ടൈ കെട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് വിയാന. പ്രിൻസിപ്പാള് പറയുന്നുണ്ട്, നേരെ വസ്ത്രം ധരിച്ച് വന്നില്ലെങ്കിൽ, യൂണിഫോം ഇട്ട് വന്നില്ലെങ്കിൽ നിന്നെ ഇനി ക്ലാസ്സിൽ കയറ്റുന്ന പ്രശ്നമേ ഇല്ല എന്ന്. അമിത്തും കനിയും അധ്യാപകരാണല്ലോ, അവർ വിയാനയെ പിടിച്ചു നിർത്തി പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് മുഴുവൻ കുരുത്തക്കേടാണല്ലോ, എന്താ നീ ഇങ്ങനെ, നീ ഒരു നല്ല സ്റ്റുഡൻറ്റേ അല്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്. ഇതിന് നമ്മുടെ ടീച്ചറും മാഷും കൂടി ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. വിയാനയ്ക്ക് വിക്രം മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്തായാലും വിയാന ആ വിഷമത്തിൽ കട്ടിലിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരുന്നു. അടുത്ത ഒരു പ്രശ്നം, വാർഡനെക്കുറിച്ച് കംപ്ലൈൻറ്റ് കുട്ടികൾ എഴുതിയിരിക്കുന്നതാണ്. FJയുടെ കൈ മുറിഞ്ഞു, അത് വാർഡൻ കാരണമാണെന്ന് കുട്ടികൾ കത്തിലെഴുതി. അമിത്തിനെയും പാർവതിയെയും കുറിച്ചും ഗോസിപ്പുകൾ എഴുതിയുണ്ടാക്കി. അത് പൊതുവെ പാർവതിക്ക് ഇഷ്ടമാവില്ലല്ലോ. അടുത്ത ഒരു ലെറ്ററിൽ പാറുവും കമറുദ്ദീനും പിരിയാൻ കാരണം അറോറയാണെന്ന് ഒന്ന്. അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പാർവതിയും. ഈ കത്തുകളെല്ലാം കുട്ടികളാണ് വായിക്കുന്നത്. വായിച്ച് അങ്ങനെ ആ പ്രശ്നങ്ങൾ അവിടെ തൽക്കാലം നിന്നിരിക്കുകയാണ്. എന്നാൽ പാർവതി ആദ്യം എഴുതിയ ലെറ്ററും പൊക്കിപ്പിടിച്ചിട്ടാണ് വരവ്. മാഷിനെയും വാർഡനെയും കുറിച്ച് ഇങ്ങനെ സ്റ്റുഡൻസ് എഴുതാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരവ്. വലിയൊരു പ്രശ്നമാക്കി മാറ്റി പാർവതി വരികയാണ്. എന്നാൽ ഇത് അമിത്തിന് അത് വലിയൊരു വിഷയമല്ല. അമിത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല, ഇത് അവിടെ തീർക്കുക, അവിടെ ആ പ്രശ്നം തീർക്കുക, അത്ര തന്നെ എന്നൊക്കെയാണ് അമിത് പറയുന്നത്. എന്നാൽ അവിടം കൊണ്ട് നിന്നില്ല. ഇത് പാറു പുറത്തു പോയിരുന്ന് കരയുകയും പ്രിൻസിപ്പാളും ടീച്ചറും ഒക്കെ കൂടി വന്ന് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അത് അങ്ങനെ ആ ഒരു ചാപ്റ്റർ അവിടെ തൽക്കാലം ക്ലോസ് ചെയ്തു. പിന്നീട് ലിവിങ് റൂമിൽ വിളിച്ചു വരുത്തിയ എല്ലാവരെയും ഇത് ഒരു പ്രശ്നമാക്കി മാറ്റി. ഇത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പാർവതി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇതിലെഴുതിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എനിക്ക് പേഴ്സണലായിട്ട് വിഷമമുണ്ടാക്കിയിട്ടുണ്ട്, ഇതിനൊരു പരിഹാരം ഇവിടെ കാണണം. അപ്പോഴും അമിത് പറയുന്നുണ്ട്, ഇതൊക്കെ തമാശയായിട്ട് എടുത്താൽ മതി, ഇത് വലിയ കാര്യങ്ങളാക്കിയൊന്നും എടുക്കണ്ട പാറു എന്ന് പറയുന്നുണ്ട്. കമറുദ്ദീൻ പറയുന്നുണ്ട്, എനിക്ക് ഈ കത്ത് വായിച്ചപ്പോൾ ഒരു തമാശയായിട്ടാണ് തോന്നിയതെന്ന്. അവിടെയാണ് രസം. കമറുദ്ദീൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാറു നിറം മാറി. പാറു പറഞ്ഞു, എനിക്കും അതൊരു തമാശയായിട്ടാണത് തോന്നിയതെന്ന്, അതിത്ര വലിയ പ്രശ്നമാക്കേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞ്. ഇത് കേട്ട ഉടനെ പ്രിൻസിപ്പാളിനും അമിത്തിനും എല്ലാവർക്കും വളരെയധികം ദേഷ്യം വന്നു. ഈ ഒരു പ്രശ്നം ഇത്രയും വലുതാക്കിയത് നീ ഒറ്റ ഒരുത്തിയാണ്, നിന്നോട് ഇനി യാതൊരു തരത്തിലും കൂട്ടുകൂടുന്ന പ്രശ്നമേ ഇല്ലെന്ന് അമിത് പറഞ്ഞു നിർത്തി. അപ്പോൾ FJ പറയുന്നുണ്ട്, പാർവതി ജയിക്കാൻ വേണ്ടി
എന്ത് കളിയും കളിക്കും. ഇത് ജനങ്ങളുടെ ഇടയിൽ നിങ്ങളെയൊക്കെ മോശക്കാരാക്കാൻ വേണ്ടി അവൾ ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് നല്ലത് വരണമെങ്കിൽ അവളിൽ നിന്ന് മാറി കളിച്ചോളിൻ. അപ്പാ സ്വാമി, ഇനി ഞാൻ ഒന്നിനുമില്ല, ഒരു പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് അമിത് അവിടുന്ന് മാറി. അത് കേട്ടപ്പോൾ പാർവതിക്ക് വളരെയധികം വിഷമമായി. പാർവതി പുറത്തു പോയിരുന്ന് കരച്ചിലും പിഴിച്ചിലുമായി. ഞാൻ എന്തിനാണ് ഈ ഗെയിമിലേക്ക് വന്നത്? എങ്ങനെയെങ്കിലും അടുത്ത ആഴ്ച പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരേ കരച്ചിലാണ് ഗാനാ വിനോദിൻ്റെ അടുത്ത്. ഇതേ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കമറുദ്ദീൻ്റെ അടുത്തും അറോറയുടെ അടുത്തും പോയിരുന്ന് ഡാൻസ് കളിയും സന്തോഷം, ആകെ ജഗപ്പുക. അങ്ങനെ ഗാർഡൻ ഏരിയയിൽ എല്ലാവരും എത്തി. അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചായി പിന്നെ അടുത്ത ചർച്ച. FJയുടെ കൈ മുറിഞ്ഞതിനാൽ പാർവതിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. പാർവതീനെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്ന് പാർവതി പറയുന്നു. പ്രിൻസിപ്പൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പലർക്കും കിച്ചണിലേക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ പാർവതി അപ്പോഴും പറഞ്ഞു അമിത് വന്നാൽ മതിയെന്ന്. അപ്പോൾ അമിത് പറയുന്നുണ്ട്, നിന്നോടുള്ള എനിക്ക് ദേഷ്യം എനിക്ക് മാറിയിട്ടേ ഇല്ല, ഞാൻ എല്ലാവരും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്നിരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. പിന്നീട് അതിനെ ചൊല്ലി പറഞ്ഞാണ് എല്ലാവരും കൂടി വഴക്ക്. അവസാനം പാറു പോയി പാത്രം കഴുകുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുക്കളയിൽ ആരൊക്കെയോ വന്ന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതല്ലേ നല്ലത്. നന്ദി, വണക്കം.